അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലും അതുപോലെ തന്നെ ഒരു 2 ദിവസത്തേക്കുള്ള 4 മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്കുള്ള സ്നാക്സ് തയ്യാറാക്കലാണ്. അപ്പോൾ അങ്ങനത്തെ ഐഡിയാസൊക്കെ കുറച്ച് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് നമുക്ക് ഒറ്റ വിസിലിൽ അടിച്ചെടുക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തൈരൊന്നും ഒഴിക്കാതെ തക്കാളി സവാളയും ഉപ്പും കുറച്ച് വിനീഗറും ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സോയയുടെ ഫ്രൈ ആണ് കേട്ടോ. കോൺഫ്ലവറും ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് പരട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് കുട്ടികൾക്ക് തയ്യാറാക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 4 മണിക്കുള്ള സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ റവ ലഡും കുറച്ച് അപ്പം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ റവ ലഡുവിനുള്ള പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി കുറേ അപ്ലോഡ് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഒന്നിൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. അപ്പം നല്ല ശുദ്ധമായ നെയ്യ് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഉണ്ണിയപ്പം നെയ്യിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റവ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം, പഞ്ചസാരയും പൊടിച്ചെടുക്കണം, അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഒരു സൈഡിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈഡിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അപ്പത്തിൻ്റെ മാവൊക്കെ അതവിടെ കലക്കി തേങ്ങക്കൊത്തൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റവ ലഡും ഈ സമയം കൊണ്ട് അപ്പോൾ 2 സ്നാക്സ് നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് റവ ലഡുവിൽ പാലൊഴിച്ചിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ ലഡു. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നല്ല സ്നാക്സ് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. തവണ ഞാൻ പൂവമ്പഴമാണ് കേട്ടോ ട്രൈ ചെയ്തത്. നമ്മൾ നേന്ത്രപ്പഴം ഇട്ടിട്ടും ചക്ക വെച്ചിട്ടും പഴം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ പൂവമ്പഴം ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റവ ലഡുവിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാച്ചി വെച്ച പാൽ തന്നെ അതിൽ പിന്നെ കുറച്ച് ചൂടോടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നമ്മുടെ റവ ലഡും തയ്യാറായി. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് 2 തരം സ്നാക്സ് 4 മണിയാകുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ചിനീസ് കിച്ചൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്